വചനം. ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടുത്തെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടുത്തെ ശക്തി മറച്ചു വെച്ചിരിക്കുന്നു. അങ്ങയുടെ വലതു കരത്തിൽ ഞങ്ങൾ രക്ഷിക്കുന്നതിനോട് മുന്നേ പറയുന്നു. കരങ്ങൾ ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. എല്ലാം ആദ്യ ശനിയാഴ്ചകളിൽ ഒരുപാട് പേര് ഇവിടെ വന്ന് നിങ്ങൾ ഇപ്പം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരുപാട് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അതേസമയം തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ കൂടുന്നുണ്ട്. അവർക്ക് നല്ല കൃപ കിട്ടും. കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഷൗക്കോട്ടും പ്രാർത്ഥിച്ചാലോ ഒന്ന് വളരെ കുത്തിപ്പിടിച്ച് അച്ഛൻ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയെ, രക്ഷകനായ ദൈവമേ, ഇന്നേ ദിവസം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കമ്പ്യൂട്ടറിലൂടെ കണ്ടുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ഇവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈശോയെ, അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുകയും അവരെ സുഖപ്പെടുത്തുകയും അവരെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ സ്പർശിക്കണമേ, അവരെ സുഖപ്പെടുത്തണമേ. അവരുടെ എല്ലാ വിഷമങ്ങളിലും അങ്ങ് ഇടപെടണമേ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വളരെ വെട്ടിപ്പിടിച്ച് കണ്ണടച്ചു പിടിച്ച് അച്ഛനെ വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛന് ഭയങ്കര ശക്തി കിട്ടാൻ കർത്താവിന്റെ വലിയ വേല കർത്താവിനെ ഏൽപ്പിച്ച് ശുശ്രൂഷ വേറെ വിശ്വാസത്തോടെ ചെയ്യാനുള്ള വലിയൊരു കൃപ എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛനെ പ്രാർത്ഥിച്ച് നല്ല ശക്തി കിട്ടാൻ വേണ്ടി ദിവസം പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞേൽക്കാൻ വേണ്ടി ആത്മാവിന്റെ വലിയ നിറവ് സംഭവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ബാംഗ്ലൂരിൽ ആളുകൾ വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. മദ്രാസിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. യേശുവേ നന്ദി. ശുശ്രൂഷിക്കും പലയിടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ കൃപയാണ്. പല രാജ്യങ്ങൾ പല സ്ഥലങ്ങളിൽ തന്നെ കർത്താവ് ഇവിടെ ആളിനെ കൂട്ടിക്കൊണ്ടുവരുവാണ്. ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് ഇവിടെ നിന്നെല്ലാം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. മംഗലാപുരത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന് മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കർത്താവ് ഈ ഒരു വിടുതൽ ശുശ്രൂഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം ഈ ആലയത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത നമുക്കറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ കർത്താവ് നൽകുന്നത് വിടുതൽ. എന്താ നൽകുന്നത്? വിടുതൽ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ എന്ത് ചെയ്യുന്നു? അഴിച്ചു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അടിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുള്ളവർക്ക് വളരെ തിരിച്ച് ബന്ധനം അടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സർവ്വത്തെ പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കറിയാം ബന്ധനങ്ങളും കെട്ടുകളൊക്കെ അഴിയുമ്പോഴത്തേക്കും ഒത്തിരി പേർക്ക് ഭയങ്കര ഹീലിംഗ് സൗഖ്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത്തരം സാക്ഷ്യങ്ങൾ നമുക്ക് വായിക്കാൻ നേരമില്ല. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ടത് മാത്രം കുറച്ച് ഭാഗം മാത്രം വായിക്കും. കുറെ അതിരെടുത്ത് വന്നതുകൊണ്ട് കുറെ ഇവർക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ശരിയാക്കുന്നതാണ്. കുറേയൊക്കെ കിട്ടും. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈ ഒരാഴ്ച തന്നെ ഞാൻ അറിഞ്ഞതനുസരിച്ച് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയണം. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയണം. 3 ക്യാൻസർ രോഗികൾ ഈ ഒറ്റ ആഴ്ച കർത്താവ് സുഖപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി കഴിച്ച് ഭയങ്കര സംഭവം. ആമേൻ. കഴിഞ്ഞ മാസം സംഭവിച്ച മറ്റൊരു വലിയ സംഭവം ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഹല്ലേലൂയ.
ഈ പാലക്കാട് ഭാഗത്ത് വന്ന ഒരു സഹോദരി കഴുത്തിന് തൈറോയ്ഡ് രോഗം വന്നിട്ട് ദിവസം ക്യാൻസറായി പോയിട്ട് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ധ്യാനത്തിലോട് പങ്കെടുത്ത പ്രൈസ് ദി ലോർഡ്. ഭയങ്കര കർത്താവിന്റെ വലിയൊരു കൃപ ആള് പറയാണ്. അവരോട് ധ്യാനം കൂടി ധ്യാനം കൊണ്ടും ആളുകൾ 100% ആൾ മരിച്ചുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സങ്കടത്തോടെ ഇവിടുന്ന് ധ്യാനിക്കാൻ പോലും പറ്റിയില്ല. ധ്യാനത്തിന്റെ അവസരത്തൊക്കെ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് പോവുകയും ക്ഷീണമൊക്കെ കിടക്കുകയൊക്കെയായിരുന്നു. പക്ഷേ ഇവിടുന്ന് പോകാന്നതായപ്പോൾ ഭയങ്കര ആരോഗ്യം പോലും ആൾക്ക് തോന്നി. തിരിച്ച് വീട്ടിൽ ചെന്നു ചെക്കപ്പ് ചെയ്തപ്പോൾ രോഗം അത്ഭുതകരമായിട്ട് 100%. കഴിഞ്ഞ് ഇവിടുത്തെ പ്രാർത്ഥനയെ പങ്കെടുത്ത് പെന്തക്കോസ്താത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ധ്യാനം കൂടി പ്രാർത്ഥിച്ച് വീട്ടിൽ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് അവിടുത്തെ ഒരു കൊച്ചിന് സംസാരശേഷിയിലായിരുന്നു. ആ കൊച്ചിന് സംസാരശേഷി അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കർത്താവിന് ശക്തമായ പ്രവർത്തനം, കർത്താവിന് വലിയ ശക്തമായ പ്രവർത്തനം. കർത്താവിന് നന്ദി പറയണോ? എനിക്കറിഞ്ഞുകൂടാ ഈ പ്രത്യേകിച്ച് ഈ മെയ് മാസം, അതുപോലെ മെയ് മാസത്തെ കണ്ടത് അവിടെ കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിരവധി കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തി. വേറൊരു കൊച്ച് പൂലോയ ഉഴപ്പനായി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്ത് അത്ര ഉഴപ്പനായ കൊച്ചു കാണുമെന്നില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ആ കൊച്ചിന്റെ സ്വഭാവ ദൂഷ്യം ഭയങ്കര പ്രശ്നമായിട്ട് വന്നപ്പോൾ വിദേശത്ത് ജോലിക്ക് പോയിരുന്ന അവളുടെ അമ്മ, ഭയങ്കര ദാരിദ്ര്യത്തിലുള്ള കുടുംബമാണ്, ജോലി നിർത്തി. പ്രൈസ് ദി ലോർഡ്. കുറച്ചിന്റെ ഒറ്റ പ്രശ്നമാണ് കൊച്ച്. ഒരു മെന്റൽ ട്രബിളാന്ന് പറഞ്ഞു. എല്ലാവരും നോക്കി, കൗൺസിലിങ്ങിനുണ്ട്, ചികിത്സയ്ക്കുണ്ട്, ഡോക്ടേഴ്സിന്റെ അടുത്തുണ്ട്, എല്ലാം കൊണ്ടുപോയി. അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഒരു അച്ഛനുണ്ട്. ആ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എങ്ങനെയെങ്കിലും ഇവിടുത്തെ ധ്യാനത്തിൽ ഒന്ന് കയറ്റണം. നമുക്കറിയാം ഇവിടെ കുട്ടികളെ നമ്മൾ ധ്യാനത്തിൽ കയറ്റാറില്ല. പ്രൈസ് ദി ലോർഡ്. മുതിർന്നവരെ മാത്രമേ കയറ്റുള്ളൂ. പക്ഷെ നമ്മൾ സ്പെഷ്യൽ കേസ് വരുമ്പോൾ നമ്മളിവിടെ പെർമിഷൻ കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്പെഷ്യൽ കേസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മാരക രോഗം, അല്ല അത്ര സീരിയസ് കേസ് ആണെങ്കിൽ മാത്രം അവർ വിളിച്ചു പറയുമ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ശനിയാഴ്ചയായിട്ട് ധ്യാനം തുടങ്ങി. പക്ഷെ അവരുടെ നിലവിളിയും കാർച്ചയും കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞായറാഴ്ചയാണ് അവരൊന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ കയറ്റി പറ്റുള്ളൂ. ഞാൻ ഓക്കെ ഞായറാഴ്ച വിട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ അവരുടെ പ്രാർത്ഥന എനിക്ക് മനസ്സിലായി. ഒരു ദിവസം തന്നെ അവരുടെ പ്രാർത്ഥനയിലുണ്ട്, അഡ്വാൻസ് ഒരു പ്രയറിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരോട് ഞാൻ കയറിക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പൊ ആ കൊച്ച് കർത്താവ് കുഞ്ഞിനെ സുഖപ്പെടുത്തി, പരിപൂർണമായിട്ട് ഇവിടെ സുഖപ്പെട്ടു. കൊച്ച് ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടു. അമ്മ ജോലി തിരിച്ചു കിട്ടി. അമ്മ ജോലി തിരിച്ച് കയറിപ്പോയി. കർത്താവ് നേരിട്ട് ഇടപെട്ടു. അവർ പറയാണ്, എൻ്റെ ലോകത്ത് എത്രയും വലിയ അത്ഭുതം നടന്നു കാണില്ല. കാരണം ആ സംഭവം എനിക്കറിയാം. ആ കൊച്ചിന് മുഴുവൻ സംഭവം അറിയാം. ആ കൊച്ച് മുഴുവൻ തിന്മയുടെ ബന്ധനം തന്നെ കൊച്ച് ഇന്ന് വിശുദ്ധനായ കുട്ടിയെ. പ്രൈസ് ദി ലോർഡ്. അവർ ഓടി വന്നു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാറ്റി വെച്ചാൽ അത് കഴിഞ്ഞ് അപ്പനമ്മയും കൂടെ കൊച്ചിനും കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ വളരെ നോർമൽ. ഞാൻ ആളുകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറഞ്ഞു, അവൻ എന്നോട് പറയാം, എത്ര ദിവസമാണ് അച്ഛൻ ആനവളെ കുപ്പി എൻ്റെ തന്നാലും ഞാൻ പിടിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇവൻ മറ്റുള്ളവർ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവനും കൂടെ നിന്നുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എൻ്റെ കൂടെ നിന്നുകൊണ്ട് അത്രമാത്രം നിറക്കളായി മാറ്റമുണ്ടായി. അതുകൂടെ ചുണ്ടായ ഒരു പൈശാചിക ബന്ധമുണ്ടായിരുന്നു. കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയതാണ്. ഒന്ന് കൈയടിച്ച് മക്കളെ പോരാ. മറ്റൊരു അത്ഭുതം കൂടെ വായിക്കുകയാണ്. അത്ഭുതം പറയുകയാണ്, വായിച്ചേൽപ്പിക്കാൻ. അതായത് കർത്താവേ, ഇങ്ങനെ ശ്രേഷ്ഠമായ നാമത്തിൽ ഞാൻ നന്ദി പറയും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. നമുക്കറിയാം ഈ ആലയത്തിലെ വലിയൊരു ഗിഫ്റ്റാണ് കുഞ്ഞുങ്ങളില്ലാത്ത ധാരാളം ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത അനുഭവം നമുക്ക് ഒത്തിരി അറിയാം. ഞങ്ങളുടെ വിവാഹമായിട്ട് 5 വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അനേകം ഹോസ്പിറ്റലുകളിൽ പോവുകയും ചെയ്തു. 2 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവാക്കുകയും ചെയ്തു. എന്നാൽ ഒരു ഫലം ഉണ്ടായില്ല. പിന്നെ 2012 ഏപ്രിൽ മാസം മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞങ്ങൾ ധ്യാനം കൂടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ നന്നായിട്ട് കുമ്പസാരിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ അച്ഛൻ പറഞ്ഞു വിട്ടു. അതുപോലെ ഞങ്ങൾ 41 ദിവസം വീട്ടിൽ തിരികെ കത്തിച്ച് മുറ്റുമേ നോണ്ട് കരണക്കമ്പ ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോ അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഈ കഴിഞ്ഞ ജനുവരി 18-ാം തീയതി ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞിനെ നൽകി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ആമേൻ.
അടുത്ത് വലിയൊരു സാക്ഷ്യം കർത്താവ് നന്ദി പറയണേ. ഒരുപാട് പറയണം, കർത്താവ് പറഞ്ഞാലും വലിയ സംഭവമാണ്. അതായത് ജ്യോതി എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്നതാണ്, പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന സാക്ഷ്യമാണ്. ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ്. മാർച്ച് മാസത്തിലെ കൃപ അഭിഷേക ധ്യാനം, പ്രൈസ് ദി ലോർഡ്, ധ്യാനത്തിന് വരുമ്പോൾ എൻ്റെ മകൾ ജ്യോതിയുടെ കാലിൽ 9 വർഷത്തോളം പഴക്കമുള്ള സോറിയാസിസ് രോഗമുണ്ടായിരുന്നു. മരീനിൽ നടന്ന ധ്യാനത്തിൽ ഞങ്ങൾ കരഞ്ഞ് വിഷിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ കാൽ കൂടുതൽ വിണ്ടു കീറുകയായിരുന്നു കാണുന്നത്. എന്നാൽ എന്ന് നോക്കുമ്പോൾ കാല് വിണ്ടു കീറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ പിറ്റേ ദിവസം മുതൽ അത് കുറയാൻ തുടങ്ങി. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു. വിളിക്കട്ടെ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി. വളരെ വളരെ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തമായ പ്രവർത്തനം ഇപ്പോൾ ഈ കൂട്ടായ്മ നടക്കുന്നുണ്ട്. കർത്താവിന്റെ കരുണയാൽ രക്ഷപ്പെടുകയാണ്. കർത്താവ് ഇടപെടുന്നു, കർത്താവ് ഇടപെടുന്നു, കർത്താവ് ഇടപെടുന്നു. ഒരാൾ പറയുകയാണ്, ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഭയങ്കര അഭിഷേകം കർത്താവ് കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുടെ കർത്താവ് അഭിഷേകം, അതാണ് ഞാൻ ശ്രദ്ധിച്ചു വായിച്ചത്. ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ സാക്ഷ്യമാണ് പറയുന്നത്. 13 വർഷമായി എൻ്റെ ഭർത്താവ് മദ്യത്തിന് അടിമയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിരന്തരം എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ അഭിഷേക പ്രാർത്ഥന സമയത്ത് ഈ ഭർത്താവിൻ്റെ അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ മനുഷ്യന്റെ ഭാര്യ ഇവിടെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വന്നു. ആ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ഭർത്താവിന്റെ പേര് അച്ഛൻ എടുത്തു പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ ആ സമയം മുതൽ എന്താ സംഭവിച്ചാലോ, ആ സമയം മുതൽ ഈ മനുഷ്യന് മദ്യപാനത്തോടുള്ള ആസക്തി നഷ്ടപ്പെട്ടു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പറയാണ്, ഇവിടെ വീട്ടിൽ ചെന്നുള്ള ഒരു ധ്യാനം ഭർത്താവ് കൂടിയിട്ടില്ല. ഇവിടെ ഒത്തിരി കൊണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് ധ്യാനമൊന്നും കൂടിയിട്ടില്ല. ഭാര്യ ധ്യാനം കൂടി കഴിയുമ്പോൾ ആര് സുഖപ്പെടുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യ ധ്യാനം കൊടുക്കുമ്പോൾ തന്നെ ഇതിനോട് ആസക്തി ഇപ്പോൾ ആള് കുടി കംപ്ലീറ്റ് നിർത്തിയിരിക്കുന്നതായിട്ടാണ് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ നിർത്തി കർത്താവ് അത്ഭുതകരമായിട്ട് പറയാണ്. എത്ര വർഷം പഴക്കമുള്ളതാ? 13 വർഷം പഴക്കോടുകൂടി തനിയെ അദ്ദേഹം നിർത്തുന്നു. അത്ഭുതം. അന്ന് തൊട്ടാണ് സംഭവിച്ചത്. കർത്താവ് ഈ ആലയത്തിലൂടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾ കൊടുക്കുന്ന വലിയൊരു കൃപയാണ്. കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് 2 കരമുയർത്തി കർത്താവ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷനെ കൊടുത്ത വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. മറ്റൊരു സാക്ഷ്യം കൂടെ, അതും 5 വർഷം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷങ്ങളായി ഇത്രയും നാളായിട്ട് ഒരു കുഞ്ഞിനെ തമ്പുരാൻ ഞങ്ങൾക്ക് നൽകിയില്ല. പല ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ധ്യാനകേന്ദ്രത്തെ കുറിച്ച് അറിഞ്ഞത്. ഇവിടെ വന്ന് ധ്യാനം കൂടാമെന്ന് തീരുമാനിച്ചത്. ധ്യാനം കൂടിയതിനു ശേഷം 3-ാം മാസം കഴിഞ്ഞ് എൻ്റെ ഭാര്യ ഗർഭിണിയാകുകയും 2012 ജൂലൈ 14-ാം തീയതി ദൈവം പരിശുദ്ധ കന്യകാമറിയം വഴിയായി ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. വിശ്വ വലിയ ധ്യാനത്തിന് റിച്ചു ജോസഫ് എന്നൊരു ഫാമിലി പ്രത്യേകമായിട്ട് കർത്താവ് നന്ദി പറയുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഈ എപ്പോഴും ഈ കുഞ്ഞുങ്ങളില്ലാത്ത മൃഗങ്ങൾ അനുഗ്രഹിക്കുന്ന വാചന പ്രത്യേകത അറിയാമോ? ആ പഠിച്ചതാണ്. അതിന്റെ പിന്നിലെ ബൈബിളിലെ വചനം എന്താണ്? ദൈവത്തിന് ഈ ആലയത്തിന്റെ പ്രത്യേകത, ഇവിടെ ശരിക്കും വിശ്വാസം പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും കർത്താവിന്റെ മുഴുവൻ ശക്തിയും കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, പരിശുദ്ധമ്മ പറയുന്ന കാര്യം അച്ഛൻ പറയാറുള്ളൂ. അവിടെ കർത്താവിന് വലിയ ഇടപെടലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കർത്താവ് നന്ദിപ്പാട് 2 കരം ഉയർത്തിപ്പിടിക്കട്ടെ. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹം വെച്ച് തരട്ടെ. എല്ലാവർക്കും ഓരോ അനുഗ്രഹം വെച്ച് കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സൗഖ്യം കൊണ്ട് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് മേഖല കഴിഞ്ഞ വ്യക്തിയാണ് കർത്താവ് തൊട്ടിരിക്കും. കർത്താവ് തൊട്ടിരിക്കും. കർത്താവാണ് തൊടുന്നത്. കർത്താവ് തൊട്ടിരിക്കും. 2 കരങ്ങൾ ഈശോയെ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ഹല്ലേലൂയ.
ഒരു ക്യാൻസർ രോഗിയുടെ സാക്ഷ്യം കൂടിയുണ്ട്. അത് പറയാണ്, പേര് പറഞ്ഞ്, എൻ്റെ പേര് സിരിനാമ ജോസഫ് എന്നാണ് പേര്. പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ശേഷം തന്നെ മരിയൻ ധ്യാനത്തിൽ നിന്ന് പ്രാർത്ഥനാ സഹായം യാചിച്ചിരുന്നു. തിരുവനന്തപുരം RCC ഏരിയയിൽ 28 റേഡിയേഷനും 4 കീമോയും ചെയ്തു. കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു. കൈവപ്പ് പ്രാർത്ഥന സമയത്ത് അച്ഛൻ അമ്മച്ചിയുടെ ക്യാൻസർ സുഖപ്പെട്ടിരിക്കുന്നു, സാക്ഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. പരിശോധനയ്ക്കായി 4-ാം തീയതി വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുകയും പരിശോധനയിൽ ഒരു രോഗവും ഇല്ലെന്നും ഒരു കുഴപ്പമില്ലെന്നും മരുന്ന് ഒട്ടും കഴിക്കേണ്ട എന്നും ഡോക്ടർ പറഞ്ഞു വിട്ടു. ഇതേ തുടർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. ശ്രദ്ധയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു സാക്ഷ്യം പറയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനന്തമായ കാരണത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. 2007 ഏപ്രിൽ 16 എനിക്ക് അനൂറിസം എന്ന രോഗം വരികയും തലച്ചോറിലെ ഞരമ്പ് പൊട്ടുകയും ചെയ്തു. ഓപ്പറേഷന് വിധേയനായി ഞാൻ. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കുരിശു വരയ്ക്കാൻ പോലും മറന്നുപോയി. എങ്കിലും യേശു എന്നെ സ്നേഹിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ അനേകം പേര് അങ്ങനെ ഞാൻ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ അതിനുശേഷം അനിയന്ത്രിതമായ മൂത്രാശങ്ക സംഭവത്തിൽ ഒരു രോഗം വരികയും തോന്നുകയും മരുന്ന് കഴിക്കുകയും ചെയ്ത് യാതൊരു കുറവുണ്ടായില്ല. ഒടുവിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ഇവിടെ വന്നു. കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് കൂടി ഞാൻ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ചേർന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും സാക്ഷി എഴുതാമെന്ന് ഏകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ എന്നെ സുഖപ്പെടുത്തി. കർത്താവിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. സദാശിവൻ ജോസഫ് വണ്ടിപ്പെരിയാർ എത്തിക്കുന്നതാണ്. സീരിയസ് ആയ രോഗമായിരുന്നു. അനിയന്ത്രിത എന്ന രോഗവും മൂത്രാശയ സംബന്ധമായ 2 രോഗവും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവിടെ പ്രാർത്ഥന ഫലമായിട്ടാണ് സുഖപ്പെട്ടതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ വലിയ കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവ് പ്രവർത്തിക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയാം. ചുറ്റിൽപ്പെട്ടത് ബന്ധന വഴിയും കെട്ടുകളടിയും ജീവനോടെ അഭിഷേകത്തോടെ രോഗം മാറും മൺകുടമുടയും രോഗം മാറും.